അസ്സലാമലൈക്കും നമസ്കാരം. സാധാരണക്കാരന് ഇണങ്ങിയ തരത്തിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. വെറും 15 ലക്ഷം രൂപക്ക് 5 സെന്റ് സ്ഥലത്ത് 940 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് 2 ബെഡ്റൂമോട് കൂടിയിട്ടാട്ടോ വരുന്നത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കാവുമ്പുറത്തുള്ള ഹമീദ് സെബിന ദമ്പതികളുടെ വീടാണ് കേട്ടോ. വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. വീടിന്റെ എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ഏതൊരാൾക്കും കാണുമ്പോൾ ഒത്തിരി ഇഷ്ടാവുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് നമ്മുടെ വീട് വരുന്നതെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ LED ലൈറ്റ്സും എക്സ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂവിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ വോളിലായിട്ട് ഈ ഒരു വിൻഡോനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതേ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഒരു പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. L ഷേപ്പിലാണ് വരുന്നത്. നാച്ചുറൽ പ്ലാന്റ്സും സ്റ്റോൺസും പെബിൾസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ 330-150 സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഒരു വശത്തായിട്ട് L ഷേപ്പിൽ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. അതിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. താഴെ ഇതുപോലെ ഒരു കട്ടിങ് വരുന്നുണ്ട്. കൂടാതെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പില്ലറിലായിട്ട് ഇവിടെ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് കേട്ടോ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 വശത്തായിട്ട് 2 കഫേ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3500 രൂപ ഒരെണ്ണത്തിന് വരുന്നുണ്ട് കേട്ടോ. അവിടെ ബാക്ക് വോളായിട്ട് ഒരു സിംഗിൾ വിൻഡോ കാണാവേ. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ കട്ടില വന്നിട്ട് ഇരുമ്പിലാണ് കേട്ടോ. ഡോർ നോക്കുകയാണെങ്കിൽ 4 വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ്. പ്ലാവിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. അകത്തേക്ക് കയറി വന്നാൽ 330-444 സൈസിൽ വരുന്ന ഒരു ഹാളിൽ കാട്ടോ നമ്മൾ എത്തുന്നത്. നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഈ വീടിന്റെ ഒരു പ്രത്യേകത ഒരുപാട് ഡിസൈനുകൾ കൊണ്ടുവരാ എന്നതിലുപരി ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന രീതിക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഒരു വീട്, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിലേക്ക് നല്ല ഒതുങ്ങിയ രീതിക്ക് വരുന്ന ടേബിൾ ആണ് കേട്ടോ. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ്. അക്കേഷ്യ വുഡിലാണ് വരുന്നത്. മാർബിൾ ടോപ്പ് ആണ്. ഏകദേശം 22,000 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. ഇവിടുന്ന് ഹാളിൽ നിന്ന് പുറത്തേക്ക് ആരാ വന്നതെന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെ മെയിൻ ആയിട്ട് അവിടെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ ഇവിടെ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് 2 വലിയ നീഷ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഉള്ളിലായിട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ടും LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹോള് കണ്ടില്ലേ. ഇവിടെ സിറ്റ് ഔട്ട്, ഹോള്, 2 ബെഡ്റൂം, കിച്ചൺ അടങ്ങുന്നതാണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് ഈ ഒരു സ്പേസിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് 2ാമത്തെ ബെഡ്റൂമും ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാളിലേക്ക് കയറി വരുമ്പോഴേ നേരെ കാണാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ സ്റ്റെയർ വരുന്ന ഈ ഒരു ബോളിലായിട്ടാണ് വിൻറ്റേജ് ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡബിൾ സൈഡ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ മുകളിലോട്ട് വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്റ്റെയർ നോക്കാം. സ്റ്റെയറിലായിട്ട് GI-ലാണ് കേട്ടോ ഹാൻഡ് റെയിലൊക്കെ ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്റ്റെപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെ മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ വോളിലായിട്ട് ഒരു വോൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെയർ ഏരിയയിൽ പ്രകാശം കിട്ടുന്ന രീതിക്ക് തന്നെ ഒരു വിൻഡോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 68 രൂപ വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഹരമായ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് RM കൺസ്ട്രക്ടേഴ്സ് കാവുമ്പുറ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വാഷ് ഏരിയ നോക്കാം. ഈ ഒരു സ്പേസിലായിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് വോളിലായിട്ട് വുഡൻ ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് സർക്കിൾ മിറർ ആണ് വരുന്നത്. നമ്മുടെ മിററിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. അവിടെ നല്ല ഭംഗിയിൽ തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റെയറിന് താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 300 സൈസിലാണ് കേട്ടോ വരുന്നത്. ഈ റൂമിന്റെ ഒരു പ്രത്യേകത വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി സ്പീഷ്യസ് ആയിട്ട് ചെയ്ത ഒരു റൂമാണ് കേട്ടോ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റൂമിലായിട്ട് ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഇനി ഇവിടെ ഈ കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയക്കുള്ള ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ വോളിലായിട്ടാണ് വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. വർക്ക് കംപ്ലീറ്റ് അല്ല കേട്ടാ. ഇവിടെ സീലിംഗിലായിട്ട് LED ലൈറ്റ് ആണ് വരുന്നത്. കൂടാതെ നമ്മുടെ ഈ ഒരു ബേ വിൻഡോന്റെ ഭാഗത്തായിട്ടും ഈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വരുന്നുണ്ട്. അതൊന്ന് നോക്കിയാലോ. 120-168 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ 2ാമത്തെ ബെഡ്റൂം നോക്കല്ലേ. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്.
300 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂമും വരുന്നത്. ഇവിടെയും ഈ ഒരു കോർണറിലായിട്ട് തന്നെ വുഡിന്റെ ഒരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വോളിലായിട്ട് ഒരു വിൻഡോ കാണാം. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. പക്ഷെ ഇവിടെ ചെറുതായിട്ട് ഇതുപോലെയുള്ള ഡോറിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവാനുണ്ട്. കബോർഡ് വർക്ക് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിപൊളിയാവൂലേ. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതൊന്നും നോക്കല്ലേ. 140-180 സൈസിലാണ് ഈ ബാത്റൂം വരുന്നത്. നല്ല രീതിക്ക് തന്നെ ടൈലൊക്കെ കൊടുത്ത് നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടാ. അപ്പൊ ഫൈനലി നമുക്കിനി നമ്മുടെ കിച്ചൺ നോക്കല്ലേ. പ്ലാനിലെ സൈസ് പ്രകാരം 300 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ കിച്ചൺ വന്നിട്ടുള്ളത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ല സൗകര്യത്തിൽ ചെയ്ത ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കബോർഡ് വർക്കൊക്കെ കുറച്ച് കംപ്ലീറ്റ് ആവാനുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ നല്ല സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ആയിട്ടുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴെയായിട്ട് ഇതുപോലെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു 3 ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസും ക്രോക്കറി ഐറ്റംസും ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലായിട്ടും ഇതുപോലെ റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴേ ഡോറിനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത്. ഇവിടെ സ്റ്റോർ റൂം വരുന്നില്ല. പകരം നമുക്ക് ടോൾ യൂണിറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇവിടെ ആയിട്ടും വലിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുപ്പിന്റെ ഭാഗത്തൊക്കെ വോളിലായിട്ട് ഒരു ഗ്ലോസി ആയിട്ടുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് വോളിലും നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയ വെള്ളം പുറത്തേക്ക് എടുക്കാത്ത രീതിക്ക് ഇവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പൊതുവെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ അത് അത്യാവശ്യം ചെറിയൊരു ബോർഡറാ കൊടുക്കല്. പക്ഷെ അത്യാവശ്യം വലിയൊരു ബോർഡർ ഇവിടെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല സെക്യൂർ ആണ്. കൂടാതെ പുറത്തേക്ക് തള്ളിയ രീതിക്കാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ ആയിട്ട് റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. അതിലാണ് പാത്ര സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണിത്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ഭാഗമായാലും അടുപ്പും സിങ്കൊക്കെ വന്നിട്ട് സെപ്പറേറ്റ് സ്പേസിൽ കൊടുത്തതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നീറ്റ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ ഈ വീടിന്റെ സൈസ് പറഞ്ഞപ്പോ പ്ലാനിലുള്ള കറക്റ്റ് സൈസ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവരിതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടേ. അപ്പൊ എങ്ങനാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഏകദേശം ഒരു 15 ലക്ഷം രൂപയാണ് കേട്ടോ ഈ വീട് മൊത്തത്തിൽ പണി കഴിപ്പിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഒപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.